ഹൗസ് ബിൽഡിംഗ് ഇൻ്റർവ്യൂ ഫെയിലായാൽ എന്ത് സംഭവിക്കും? ഇപ്പം കുട്ടികൾ വളരെയേറെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ജർമ്മനിലേക്ക് പോകാനായിട്ട്. ആപ്ലിക്കേഷൻ അയച്ചു, ജർമ്മൻ പഠിച്ചു, ഒടുവിൽ ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു മെസ്സേജ് വന്നു, ലൈഡർ können wir Ihnen keine Zusage geben. അതായത് നിങ്ങൾ സെലക്ട് ആയില്ല. അപ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ആദ്യ ചോദ്യം ഇതാണ്, ഇനി എൻ്റെ ജർമ്മൻ ഡ്രീം തീർന്നോ? അതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരിക്കലുമില്ല. ഇൻ്റർവ്യൂ ഫെയിൽ ആയതുകൊണ്ട് ജർമ്മനിയിലേക്കുള്ള നിങ്ങളുടെ വഴി ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൗസ് ബിൽഡിംഗ് ഇൻ്റർവ്യൂവിൽ റിജക്റ്റ് ആകുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ചിലപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് ക്ലിയർ അല്ലായിരിക്കാം, ചിലപ്പോൾ എംപ്ലോയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യന് ശരിയായ രീതിയിൽ മറുപടി നൽകാൻ കഴിഞ്ഞില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബെറ്റർ പ്രൊഫൈലുള്ള മറ്റൊരു കാൻഡിഡേറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കാം. അതുകൊണ്ട് ഒരു റിജക്ഷൻ എന്നത് നിങ്ങൾ ജർമ്മനിക്ക് സൂട്ടബിൾ അല്ല എന്നർത്ഥമല്ല. അത് സിംപിളി ഈ അവസരത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്ന് മാത്രമാണ്. പക്ഷേ ഇവിടെ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയുമോ? ഒരു ഇൻ്റർവ്യൂ ഫെയിലായാൽ അവർ ആപ്ലിക്കേഷൻ അയക്കുന്നത് തന്നെ നിർത്തും. എനിക്ക് ജർമ്മൻ അറിയില്ല, എനിക്ക് ചാൻസ് ഇല്ല, എൻ്റെ ജർമ്മൻ ഡ്രീം കഴിഞ്ഞു എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒരു കമ്പനിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു എംപ്ലോയർ റിജക്റ്റ് ചെയ്തതുകൊണ്ട് മറ്റൊരു എംപ്ലോയർ നിങ്ങളെ റിജക്റ്റ് ചെയ്യും എന്നതിന് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് റിജക്റ്റ് ആയതിൻ്റെ കാരണം കണ്ടെത്തുക. നിങ്ങളുടെ ജർമ്മൻ വീക്കാണോ? നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ലേ? അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സമയത്ത് നെർവസ് ആയിരുന്നോ? കാരണം കണ്ടെത്താതെ വീണ്ടും അതേ രീതിയിൽ അടുത്ത ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ്. ഒരു ഇൻ്റർവ്യൂവിനെ ഫെയിലിയറായി ഒരിക്കലും കാണരുത്. അതിനെ ഒരു ഫ്രീ ട്രെയിനിങ് സെക്ഷനായി കാണണം. അവർ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു, എവിടെയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് നഷ്ടമായത്, ഏത് ക്വസ്റ്റ്യനാണ് ആൻസർ അറിയാതിരുന്നത്, ഇതെല്ലാം എഴുതി വെക്കണം. കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ടായിരിക്കണം. അടുത്ത ഇൻ്റർവ്യൂവിന് മുമ്പ് അതിൽ പ്രാക്ടീസ് ചെയ്യും. പ്രത്യേകിച്ച് ജർമ്മൻ ഇൻ്റർവ്യൂവിൽ ജർമ്മൻ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അവർ ഒതൻറ്റിക് ആയിട്ട് സംസാരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്, അത് കേൾക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ നിങ്ങളത് ബൈ ഹാർട്ട് പഠിച്ച് അവിടെ പോയി മഗ്ഗപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് കൃത്യമായ ബോധത്തോടെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, വരും മൊഷ്ടൻ സി ദീസ് ഹൗസ് ബിൽഡിംഗ് മാഹൻ എന്ന് ചോദിച്ചാൽ മെമ്മറൈസ് ചെയ്ത ഒരു വലിയ പാരഗ്രാഫ് ഒരിക്കലും പറയാൻ ശ്രമിക്കരുത്. നാച്ചുറലായി പറയാനായിട്ട് ശ്രദ്ധിക്കണം, പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഇഷ് ഇൻഡർസിയറെ മിഹ് ഫ്യൂ ദീസൻ ബെറൂഫ് വൈൽ സ്വാൻസോ. അതിനുശേഷം നിങ്ങളുടെ സ്വന്തം റീസൺ പറയുക. ഒതൻറ്റിക് ആൻസേഴ്സ് പലപ്പോഴും മെമ്മറൈസ്ഡ് ആൻസറിനേക്കാൾ ശക്തമാണ്. ഇൻ കേസ് ഒരു കമ്പനി നിങ്ങളെ റിജക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഈ ഡോക്യുമെൻറ്റേഷനൊക്കെ ഒന്ന് റീപ്രൂഫ് ചെയ്യുക. ഈ പറയുന്ന മോട്ടിവേഷൻ ലെറ്റർ, അതായത് അൺഷ്രൈബൻ കറക്റ്റ് ആണോ, എൻ്റെ സി വിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, എൻ്റെ മോട്ടിവേഷൻ ലെറ്റർ അൺഷ്രൈബൻ ബിലീവബിൾ ആണോ, ഇതൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യുക. കറക്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക. ഇനി പ്രൊഫൈൽ അപ്ഗ്രേഡേഷൻ ആവശ്യമായിട്ടുള്ള സമയമായിരിക്കും അത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഓരോ റിക്രൂട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ റിക്രൂട്ടേഴ്സിൻ്റെയും ഇൻ്റർവ്യൂ പ്രോസസ്സ് വ്യത്യാസമായിരിക്കും. ചിലവർ ഇൻ്റർവ്യൂവിന് മുമ്പേ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണം, ചിലവർക്ക് 1 മിനിറ്റ് വീഡിയോ പ്രസൻറ്റേഷൻ വേണം, ചിലവർ ഗ്രൂപ്പായിട്ട് വന്ന് പ്രൊജക്ടറിലായിരിക്കും അവരെടുക്കുക, ചിലവർ ഇൻഡിവിജ്വലായിട്ടൊക്കെ വരും. അത് ഓരോ കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ചാണ് അവർ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഒരു പ്രാവശ്യം റിജക്റ്റ് ആയി എന്ന് വെച്ചതുകൊണ്ട് അടുത്തത് റിജക്റ്റ് ആവണമെന്നില്ല. ബി ഇംപ്രൂവ്. കാരണം ജർമ്മൻ പാസ്സാകുന്നതിനേക്കാളും ഇനിയുള്ള കാലത്ത് ഏറ്റവും വലിയ കടമ്പയായിരിക്കുക ഇൻ്റർവ്യൂ കടന്ന് ജർമ്മനിൽ എത്തുക എന്നുള്ളതാണ്. പണ്ടത്തെ പോലെ ഈസി അല്ല കാര്യങ്ങളൊക്കെ. ഒരു ഡ്രീം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ സ്വന്തമാണ്. അത് ചിലപ്പോൾ തട്ടി വീഴാം, പക്ഷേ അതിൽ തന്നെ മുറുകെ പിടിക്കണം, അതിൽ തന്നെ മുന്നോട്ട് പോകണം, പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ ഫെയിലായി എന്ന് വെച്ച്
നിങ്ങളുടെ കഴിവില്ലാതാകുന്നില്ല, നിങ്ങളുടെ ഫ്യൂച്ചർ ഇല്ലാതാകുന്നില്ല. ചിലപ്പോൾ ഒരു റിജക്ഷൻ നിങ്ങളുടെ ബെറ്റർ പ്രിപ്പറേഷനിലേക്ക് തള്ളിവിടുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. അതുകൊണ്ട് ഇൻ്റർവ്യൂ ഫെയിലായ നെവർ ഗിവ് അപ്പ്. അനലൈസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും അപ്ലൈ ചെയ്യുക. കാരണം ഒരു 9 നിങ്ങളുടെ ജർമ്മൻ ഡ്രീമിൻ്റെ അവസാന വാക്കല്ല. ചിലപ്പോൾ അതിനുശേഷം വരുന്ന അടുത്ത ഇൻ്റർവ്യൂ നിങ്ങളുടെ ജീവിതം തന്നെ, നിങ്ങളുടെ കുടുംബം തന്നെ, നിങ്ങളുടെ വരുംകാല തലമുറ തന്നെ മാറ്റിയേക്കാം. ടേക്ക് കെയർ. ആൻഡ് ആസ് യൂഷ്വൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സേഫ് ഹോം ജർമ്മനിയിൽ എല്ലാ ദിവസവും ജർമ്മൻ റിലേറ്റഡ് വീഡിയോസ് ഉണ്ട്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡോയ്ച്ച് മിറ്റ് സജിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. യു ആർ ഓൾവേസ് വെൽക്കം. ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് യു.